അപ്പോൾ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഉഴുന്നരക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ പഴയ കഥയാണല്ലേ. അപ്പോൾ ഉഴുന്നരക്കാത്ത ദോശകളും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ ഇപ്പോൾ ഉണ്ട് നമുക്ക് മുന്നിൽ. അപ്പോൾ അതുപോലൊരു ദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ മലബാറിൽ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വരുന്നതാണ്. അപ്പോൾ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരി ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നീർദോശ ആയിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ നീർദോശയിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ ദോശയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ ദോശ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരി ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. ഏകദേശം 1.25 കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 10-12 ദോശ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതൊന്ന് തലേദിവസം കുതിർത്ത് വെക്കുക. അപ്പോൾ ഞാനിത് തലേദിവസം കുതിർത്ത് വെച്ചതാണ് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുതിർത്തിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചെറിയുള്ളി ചേർക്കണം. അപ്പോൾ ചെറിയുള്ളി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ചൂടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പീസൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങയാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 1.5 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിനകത്തേക്ക് ജീരകം, ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പ് വേണം. ഞാൻ കല്ലുപ്പായതുകൊണ്ട് ഈ സമയത്ത് ഇടുവാണ്. നമുക്ക് പൊടിയുപ്പാണെങ്കിൽ പിന്നീട് ചേർത്താലും മതിയാവും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നോക്കിക്കേ, ഞാൻ നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കേ, അത്യാവശ്യം ഇത് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്. അപ്പോൾ ഉഴുന്നരക്കുന്ന ദോശയുടെ അത്രയൊന്നും തിക്നെസ് വേണ്ട ഇതിന്. അതേപോലെ തന്നെ നീർദോശയുടെ അത്രയും ലൂസാവുകയും ചെയ്യരുത്. ഏകദേശം ഈ ഒരു പാകത്തിൽ വേണം നിങ്ങൾ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ദോശക്കല്ല് ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അരിയൊക്കെ താഴെ കിടപ്പുണ്ടാവും, മുകൾ ഭാഗത്ത് വെള്ളം ഊറിക്കിടക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം മാവ് തവിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ടാണിത് വേവിക്കേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും ദോശ. അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് ചുടുക. എന്നിട്ട് അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെക്കുവാണെങ്കിൽ നമുക്ക് ദോശ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ 2 സൈഡും തിരിച്ചിടേണ്ടത് കൊണ്ട് നമ്മൾ 2 സൈഡും കുറച്ച് നേരം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സോഫ്റ്റ് ദോശയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു അര മുതൽ 1 മിനിറ്റ് വരെ മാത്രമേ ഞാൻ രണ്ടാമത്തെ സൈഡ് ചൂടാക്കുന്നുള്ളൂ. അതിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ അടച്ചു വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അപ്പോൾ ഞാനത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്